അടിപൊളി, തകർത്തുണ്ട്, ഗംഭീരം, നല്ല അടിപൊളി. കൊടുങ്ങല്ലൂർക്കാരനാണ് നസ്ലിൻ. മലയാള സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഓഫ്കോഴ്സ് ലുലു മാളിൽ എത്രയോ തവണ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു സാധാരണക്കാരനായി ഇങ്ങനെ ലുലു മാളിൽ നിന്ന നസ്ലിനെ ഒന്ന് റീകളക്ട് ചെയ്തേ. ആ സമയത്ത് നസ്ലിൻ ഞായറാഴ്ചകളിൽ വെറുതെ പാടം പോയിട്ട് വരടാ ലുലു മാളില്. എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു. നല്ല ബ്ലോക്കാ പുറത്ത്. ഇപ്പോഴൊന്നും ഇറങ്ങണ്ട കേട്ടോ പുറത്തേക്ക്. അതെ, ആരും ഇറങ്ങല്ലേ, നാളെ രാവിലെ ആവും ഈ ബ്ലോക്ക് മാറാൻ. അത് ഞാനും ഒത്തിരി പ്രോഗ്രാംസ് ഇതേപോലെ മേളിലും താഴെ നിന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ലുലു ഫാഷൻ വീക്കിൻ്റെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സെൽഫായിട്ട് ഭയങ്കര പ്രൗഡാണ്, ഹാപ്പിയാണ്. താങ്ക് യു ലുലു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ മകൻ ഒരു 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്, ചെറിയ പയ്യൻ. അപ്പം അവനൊരു സ്ഥിരമായി സിനിമ കാണുന്ന ആളല്ല, ഓൺലി സ്റ്റഡിങ് ഇൻ 5th or 6th. അവൻ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ പോകും അമ്മയോടൊപ്പം. അപ്പം അവൻ ഇടയ്ക്ക് കണ്ട സിനിമ പ്രേമലു, അവൻ കണ്ട സിനിമ ആലപ്പുഴ ജിംഖാന. അപ്പൊ അവൻ ആലപ്പുഴ ജിംഖാന കണ്ടോണ്ടിരുന്നപ്പോ സീരിയസ്ലി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഈ ചേട്ടൻ മാത്രമാണോ മലയാള സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്നത്? അത് ശരിയാണോ? എന്റെ ആ കുട്ടി ഫാൻസ് വളർന്നിട്ട് വേണം എനിക്കൊരു സാമ്രാജ്യം. നസ്ലിന്റെ കുട്ടി ഫാൻസ് വളർന്നു വരുന്നു. ഒരു 20 വർഷത്തിനപ്പുറം എന്തായിരിക്കും നസ്ലിൻ? അറിയില്ല, സിനിമയിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. നിങ്ങളെല്ലാരും സഹായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഏതാണ് നസ്ലിന്റെ ഇതേവരെയുള്ള കുറെ നമുക്ക്, എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള നസ്ലിൻ ക്യാരക്ടേഴ്സ് ഒരുപാടായി കഴിഞ്ഞു. പ്രേമലൂലെ സച്ചിൻ, ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ ഐ ലൈക്ക് ആലപ്പുഴ ജിംഖാനയിലെ ജോജോ. ദെൻ ഹോമിലെ ക്യാരക്ടറിന്റെ പേരറിയോ? ചാൾസ്. അതാണ് ചാൾസ് ഒലിവർ ട്വിസ്റ്റ്. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നസ്ലിൻ ക്യാരക്ടേഴ്സ്. ഞാൻ ഒരുപാട് കണ്ടു കഴിഞ്ഞു. നസ്ലിനോട് പേഴ്സണലി ചോദിച്ചാൽ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ക്യാരക്ടർ സോ ഫാർ? ഇപ്പോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിനീത് മാധവൻ. ഇപ്പൊ എന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്, മോളിവുഡ് ടൈംസ്. അപ്പൊ അതിന്റെ ടീസർ ലോഞ്ച് ഒക്കെ ഉണ്ട് ഇവിടെ. നസ്ലിന്റെ പുതിയ പടം വരുന്നു, മോളിവുഡ് ടൈംസ്. ഒരു വലിയ കൈയടി കൊടുക്കുമോ വിനീത് മാധവൻ, മോളിവുഡ് ടൈംസ്. താങ്ക് യു. സോ ഈ റാമ്പിൽ നമ്മളറിയാം, ഇപ്പൊ കമൽഹാസൻ അതല്ലെങ്കിൽ യശ് തുടങ്ങി മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാവരും വന്ന ഒരു റാമ്പാണ് ലുലു ഫാഷൻ വീക്കിന്റെ റാമ്പ്. അവിടെ ഇങ്ങനെ ഈ വെള്ളി വെളിച്ചത്തിന്റെ നടുവിൽ ഈ ഗ്രാൻഡ് ഫിനാലെ ദിവസം നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഏത് രീതിയിലുള്ള ഒരു വൈബാണ് ഇപ്പോ നസ്ലിൻ അനുഭവിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനുണ്ട് തന്നെ, വളരെ കുറച്ച്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ, അപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. ഈ മോളിവുഡ് ടൈംസ് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഐ തിങ്ക് വേറെയും വലിയ പ്രോജക്ട്സ് എന്തൊക്കെ വരാനിരിക്കുന്നില്ല. സംതിങ് ലൈക്ക് ടിക്കി ടാക്ക അല്ലേ? ആ പ്രോജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് അനൗൺസ് ചെയ്യാനായിട്ടില്ല. മോളിവുഡ് ടൈംസ് എന്നാ റിലീസ് ആവുന്നത്? ജൂൺ 5 കേട്ടോ. മോളിവുഡ് ടൈംസ്, നസ്ലിന്റെ അടുത്ത പടം മോളിവുഡ് ടൈംസ് റിലീസ് ചെയ്യുന്നു ജൂൺ 5. നസ്ലിൻ എന്ന അറബിക് വാക്കിന്റെ അർത്ഥം, എന്റെ അറിവ് പരിമിതമായ അറിവാണ്, ഐ മേ ബി റോങ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗിഫ്റ്റ്, കൈൻഡ്, ലക്ക്, ഇതിൽ ഏതായിരിക്കും നസ്ലിൻ ചൂസ് ചെയ്യാൻ പോകുന്ന വേർഡ്? നസ്ലിന്റെ പേരിന്റെ യഥാർത്ഥം അതിൽ ലക്കാണോ, ഗിഫ്റ്റ് ആണോ, കൈൻഡ് ആണോ? വെരി ഗുഡ്. വലിയ കൈയ്യടി കൊടുക്കുക നസ്ലിൻ ഗഫൂർ, the kind നസ്ലിൻ ഗഫൂർ. ലുലു ഫാഷൻ വീക്ക് 2026 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വീണ്ടും ഒരു കൈയ്യടി കൊടുക്കുക.